തിരുവത്താഴത്തിൽ പങ്കെടുക്കാതെ മാറിയിരിക്കുന്നവർ പലരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഏതൊരാൾക്കും തിരുവത്താഴം കഴിക്കാം. എന്നിട്ടും ചിലർ അതിൽ നിന്ന് ഒഴിവായി നിൽക്കാറുണ്ട്. അതിൻ്റെ കാരണം അവരുടെ മനസ്സാക്ഷി അവരെ ചില കാരണങ്ങൾ കൊണ്ട് കുറ്റം വിധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആമേൻ. ഞാൻ ജോയി ചമ്മല. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രഭാത വന്ദനത്തെ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. അപ്പം കഴിക്കാതെ മാറി നിൽക്കുന്നവർ ഒന്നുകിൽ അവർ ഏതെങ്കിലും പാപത്തിൽ വീണുപോയി എന്ന കുറ്റബോധം കൊണ്ടാണ്, അല്ലെങ്കിൽ ആത്മീകമായി മുരടിച്ചിട്ട് ഹൃദയത്തിൽ ദുഃഖവും നിരാശയും നിറഞ്ഞതുകൊണ്ടാണ്. അതുമല്ലെങ്കിൽ ഭാര്യയോടോ ഭർത്താവിനോടോ സഹോദരങ്ങളോ ഉള്ള പിണക്കം മൂലമാണ്. ഇങ്ങനെ പല കാരണങ്ങളാൽ അവർ തിരുവത്താഴത്തിൽ നിന്ന് മാറിയിരിക്കുന്നു. എന്നാൽ എന്തു തന്നെയായാലും കർത്താവിൻ്റെ മേശയിൽ നിന്ന് മാറിയിരിക്കരുത് എന്നുള്ളതാണ്. മാറിയിരുന്നാൽ അത് ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. കർത്താവിൻ്റെ മേശയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത് പലപ്പോഴും നാം മറന്നു പോകുന്നു എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 55-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. ആമേൻ. ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാന ആഹാരം തിരുവത്താഴമാകുന്നു എന്നുള്ളതാണ്. അത് തെറ്റിച്ചിട്ട് താൻ്റെ അത്താഴം കഴിച്ചതിന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിയിലെ വിശ്വാസികളെ വഴക്ക് പറഞ്ഞതായിട്ട് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ആമേൻ. ഏറ്റവും പ്രധാനമായ ആഹാരവും പാനീയവും കർത്താവിൻ്റെ ശരീരവും രക്തവുമാണ്. എന്തുകൊണ്ടെന്നാൽ യേശു പറഞ്ഞത് കേൾക്കുക: എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 54-ാം വാക്യമാണ്. ഈ വാക്യം വളരെ ഗൗരവമായി കാണണം. കാരണം യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ആ നിത്യജീവൻ യേശുവിൻ്റെ മാംസം കഴിക്കുന്ന മൂലം അവന് ലഭിക്കുന്നതാണ്. ഈ അപ്പം കഴിക്കാത്തവന് നിത്യജീവനില്ല. ആമേൻ. നിത്യജീവൻ ഇല്ലാതെ കൂട്ടായ്മയിൽ ഇരുന്നിട്ട് എന്താണ് സഹോദര പ്രയോജനം? ആമേൻ. മേൽ ഉദ്ധരിച്ച വാക്യത്തിൽ 2 വാഗ്ദത്തങ്ങളാണ് കർത്താവ് നൽകിയിരിക്കുന്നത്. 1, മാംസം തിന്നുന്നവന് നിത്യജീവൻ. 2, അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ആമേൻ. ഈ 2 വാഗ്ദത്തങ്ങൾ ആവശ്യമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരുവത്താഴത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാം. എന്നാൽ ഇത് രണ്ടും, നിത്യജീവനും പുനരുത്ഥാനം ആഗ്രഹിക്കുന്ന ഒരാൾ ഈ വാഗ്ദത്തങ്ങൾക്കായി എപ്പോഴും ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ്. ആമേൻ. നിത്യജീവൻ ഇപ്പൊ ലഭിച്ചിരിക്കുന്നതും പുനരുത്ഥാനം ഭാവിയിൽ ലഭിക്കുവാനിരിക്കുന്നതുമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ തിരുവത്താഴത്തിൽ നിന്നും ആരും ഒഴിവുള്ളവരായി ഇരിക്കരുത് എന്ന ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് തൽക്കാലം ഈ ചെറിയ ചിന്തകളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.